ക്രൈസ്തലോ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അടിയനെ ഈ വീഡിയോയിൽ കൂടെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ജാതി മത സംഘടനാ വ്യത്യാസമെന്നെ അടിയൻ്റെ തിരുവചനത്തെ ഈ വീഡിയോയിൽ കൂടെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായി നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ സർവകൃപാലുവായ ദൈവം അടിയനും കൃപ ചെയ്തു. സകല മഹത്വവും പുകഴ്ചയും കർത്താവായ യേശു ക്രിസ്തുവിന് അർപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ വീഡിയോയിൽ അമ്മമാരുടെ പ്രാർത്ഥന മൂലം തലമുറകൾക്ക് കിട്ടിയ ശ്രേഷ്ഠമായ വിടുതലിനെ കുറിച്ച് 4-5 പോയിന്റ് പറയുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തു. അത് കേൾക്കുന്നവർക്കും അതനുസരിക്കുന്നവർക്കും വിടുതലായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ചിന്താവിഷയം അപ്പന്മാരുടെ മനോഭാവം എന്ന് പറഞ്ഞാൽ മനോഭാവമല്ല, മനഭാരം, അപ്പന്മാരുടെ കട്ടത, അപ്പന്മാരുടെ വേദന, അപ്പന്മാരുടെ വേദന മൂലം തലമുറകൾക്ക് വല്ല നന്മ കിട്ടിയോ എന്നുകൂടെ തിരുവെഴുത്തിൽ കൂടെ നമുക്ക് നോക്കാം. അപ്പന്മാരുടെ കട്ടപ്പാടിൽ കൂടെ, അപ്പന്മാർ സഹിച്ച വേദനകളിൽ കൂടെ കുടുംബത്തിന് നന്മ കിട്ടിയോ, തലമുറകൾക്ക് നന്മ കിട്ടിയോ എന്ന് തിരുവചന അടിസ്ഥാനത്തിൽ ചില ചിന്തകൾ പറഞ്ഞ്, ആത്മീയ ചിന്തകൾ വചനാടിസ്ഥാനത്തിൽ പറയുവാൻ താല്പര്യപ്പെടുകയാണ്. പണ്ടൊരാൾ പറഞ്ഞതുപോലെ മേശയിൽ കൊണ്ട് ഭക്ഷണം വിളമ്പുമ്പോൾ, വിഭവങ്ങൾ നിരത്തുമ്പോൾ എല്ലാവരും അത് പരിപാലിച്ച് റെഡിയാക്കി കൊണ്ടുവയ്ക്കുന്ന, അല്ലെങ്കിൽ നല്ല രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവയ്ക്കുമ്പോൾ അവർക്കൊക്കെ പ്രശംസ കിട്ടാറുണ്ട്. പക്ഷേ ഇതിൻ്റെ പുറകിൽ അധ്വാനിക്കുന്ന അപ്പന്മാരെ കുറിച്ച് ആരും ഒന്നും പറയാറില്ല. ഞാൻ വിവിധ ഇടങ്ങളിൽ പോകുന്നത് കൊണ്ടും വിവിധ ഇടങ്ങളിൽ വിവിധ സംഘടനാ ഭേദമന്യേ ഏവരും വിളിച്ച് ശുശ്രൂഷിക്കുകയും ഭക്ഷണം തരികയും ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളെയും കൂടെ ചേർത്തുകൊണ്ട് പറയുന്നു. ഇതിൻ്റെ പിന്നിൽ ഇന്ന് സഹോദരിമാർ അധ്വാനിക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല. സഹോദരിമാർ അധ്വാനിക്കാത്ത വീട്ടിലെ കാര്യങ്ങളും നമുക്ക് ചിന്തിക്കണമല്ലോ. ഒരപ്പൻ്റെ മനോവേദന ഭയങ്കരമാണ്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ഒരു സ്ത്രീ പ്രസവവേദന എടുത്ത് നിലവിളിച്ച് കരയുന്നു. അത് കഴിയുമ്പോൾ കുഞ്ഞിനെ കാണുമ്പോൾ അതിൻ്റെ സന്തോഷമായി മാറുന്നു, കുഞ്ഞിനെ കണ്ടു കഴിയുമ്പോൾ സന്തോഷമായി മാറുന്നു എന്നൊക്കെ അവിടെ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ അമ്മ ഈ ഭാര്യ പ്രസവിക്കാൻ കിടക്കുമ്പോൾ ഭർത്താവ് കിടന്ന് ഓടുന്ന ഓട്ടമേ. ഇന്നൊക്കെ പിന്നെ കാശും പുത്തനൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ മൂത്ത മോൻ്റെ ഡെലിവറിയുടെ ഒരു അനുഭവം പറയാം. ആ സമയത്ത് മെഡിക്കൽ കോളേജിലായിരുന്നു, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലാണ്. അവനെ 6 മാസം കഴിഞ്ഞപ്പോൾ ലഭിച്ച കുഞ്ഞ, 6 മാസം കഴിഞ്ഞ് 7 ആയില്ല. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞ് ഇതിന് ജീവനൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല, അത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ 6-7 പ്രാവശ്യം ബ്ലഡ് മാറി. അന്ന് എൻ്റെ കയ്യിൽ കിടന്ന സീക്കോ പോയി വാച്ച് അതിനെ ഊരി ഒരു മെഡിക്കൽ സ്റ്റോറിൽ വെച്ച് ഇപ്പോഴും ഇരിപ്പുണ്ട് അവിടെ. അത്രത്തോളം കട്ടത അനുഭവിച്ച്, വേദന അനുഭവിച്ച്. കാരണം
ആശുപത്രിക്കകത്ത് കിടന്ന് എൻ്റെ വൈഫിന് അന്നേരം ഒരു അസ്വസ്ഥത വന്നു. കാലിലൊക്കെ നീര് കയറി, പ്രഷർ കൂടി, അങ്ങനെ ഐസിയുലൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ വളരെ ബുദ്ധിമുട്ടിൽ കൂടെ നടന്നു. അപ്പോൾ കുഞ്ഞിനെ കിട്ടിയില്ലെങ്കിലും വേണ്ടിയല്ല, അമ്മയെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണ്. ഞാനിങ്ങനെയുള്ള കാര്യങ്ങൾ പറയാറില്ല. യൂദായെ പോലെ, യൂദ അപ്പോസ്തലൻ, യൂദ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈസ്കരിയോത്തെ യൂദ എടുക്കരുത്, അതിൻ്റെ സ്വഭാവമൊന്നും എനിക്കില്ല. യൂദ അപ്പോസ്തലനെ പോലെ യേശുക്രിസ്തുവിൻ്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരനുമായ യൂദ 3-ാം സ്ഥാനത്ത് പോകാൻ നിൽക്കാൻ എനിക്കിഷ്ടം. 1-ാം സ്ഥാനം അപ്പന് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ അപ്പന്മാരുടെ മനോവേദന പറഞ്ഞത് കൊണ്ട്, ഞാനൊരു അപ്പനാണല്ലോ, 3 മക്കളുടെ അപ്പനാണല്ലോ. ഞാൻ ഇന്നുവരെ അങ്ങനെ എൻ്റെ ഭാര്യയെക്കുറിച്ചോ മക്കളെക്കുറിച്ചോ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാറില്ല. വചനം എടുക്കും, കർത്താവിനെ ഉയർത്തും. യൂദ അപ്പോസ്തലനെ എനിക്കിഷ്ടമാണ്. അദ്ദേഹം പറഞ്ഞ പോയിന്റ് എനിക്ക് വളരെ ഇഷ്ടമാണ്. 3-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. നമ്മളാണെങ്കിൽ അങ്ങ് എല്ലാത്തിനും പറഞ്ഞ് അങ്ങ് പുകഴ്ത്തും. ഞാൻ ആരെയും പുകഴ്ത്തുന്നില്ല, എൻ്റെ ഭാര്യയും പുകഴ്ത്തുന്നില്ല, എൻ്റെ മക്കളെയും പുകഴ്ത്തുന്നില്ല, ആരെയും പുകഴ്ത്തുന്നില്ല. ഞാൻ അതിനെ പറയുന്നുള്ളൂ. പക്ഷേ ഇത് അപ്പന്മാരുടെ മനോവേദന. ആ സമയത്ത് 4-4.5 മാസം ഞാൻ മെഡിക്കൽ കോളേജിലുണ്ടായിരുന്നു. ഒരു മനുഷ്യൻ സഹായിക്കാനില്ല, തിരിഞ്ഞു നോക്കാനില്ല, ഒന്ന് മാറി ബ്ലഡ് കൊടുക്കാനില്ല. നമ്മളങ്ങോട്ട് അന്നേരം ബ്ലഡ് അങ്ങോട്ട് കൊടുത്തെങ്കിലേ അവർ അവിടെ ഇരിക്കുന്ന ശുദ്ധീകരിച്ച ബ്ലഡ് തരത്തുള്ളൂ. 6 പ്രാവശ്യത്തിലധികം ബ്ലഡ് എടുത്ത് ആ സമയത്ത് ഞാൻ എൻ്റെ മൂത്ത മകന് വേണ്ടി. ദൈവകൃപയാൽ അവനിന്ന് 30 വയസ്സ് കഴിഞ്ഞു. എംടെക് എടുക്കുവാൻ ദൈവം കൃപ ചെയ്തു. ഒത്തിരി കട്ടതയിൽ കൂടെ കടന്നു വന്നു, വേദനകളിൽ കൂടെ കടന്നു വന്നെങ്കിലും എംടെക് പഠിച്ച് പാസ്സാകുവാൻ ദൈവം കൃപ ചെയ്തു. അതിൻ്റെ പുറകിൽ ഒരു അമ്മയുടെ കരച്ചിലുണ്ട് കേട്ടോ, അതും കൂടെ പറയാം. അപ്പോൾ അന്ന് അനുഭവിച്ച മനോവേദന ഭയങ്കരം, അതെനിക്ക് മറക്കാൻ പറ്റുന്നില്ല. ഭയങ്കര അന്നത്തെ കട്ടത. ഒരു ചായ കുടിക്കാൻ കാശില്ല. വളരെ വേദനയോടെ പറയുക. വിഷയത്തിലേക്ക് ഞാൻ വരാം. അപ്പന്മാരുടെ മനോവേദന. ഞാൻ ഒന്നാമത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത്, നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കും. പ്രാർത്ഥനയോട് വേണം എൻ്റെ മെസ്സേജൊക്കെ കേൾക്കാൻ. ഞാൻ എല്ലാ അനുഭവത്തിൽ കൂടെയൊക്കെയാണ് പറയുന്നത്. തോട്ടത്തിലെ വിഷയത്തിലേക്ക് പോവാം. നമുക്ക് തോട്ടത്തിൽ കയറിയിട്ട് ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങാം. ഏത് വിഷയം എടുത്താലും തോട്ടത്തിലാണല്ലോ നമ്മൾ കയറുക. തോട്ടമാണല്ലോ ദൈവം വേല ചെയ്യാനൊക്കെ ആക്കിയതും, അഗ്രികൾച്ചർ വേലയാക്കിയതും, അവിടെയാണല്ലോ തക്ക തുണയെ കൊടുത്തതും. ഉൽപ്പത്തി 1-2 അധ്യായങ്ങളിൽ 3-ാം അധ്യായത്തിൽ അവർ തെറ്റിപ്പോകുന്നു, അവരെ പുറത്താക്കുന്നു. അപ്പോൾ അത് മറക്കാൻ പറ്റത്തില്ല. ഏതെങ്കിലും തോട്ടത്തിൽ വഞ്ചിച്ച സാത്താനെയും ഒക്കെ നമുക്ക് പറയണമല്ലോ. ഇന്നും വഞ്ചിക്കുന്ന സാത്താന്മാരുണ്ട്. അതാരിൽ കൂടെ കയറുന്നെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ശരി, ആ ഭാഗം പെട്ടിട്ട് ലൂക്കോസ് 24:39 ഒരു വാക്യമുണ്ട്. അതും കൂടെ പറഞ്ഞിട്ടുണ്ട്. ചിലരൊക്കെ പറയും പിശാച് കുളിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടു, പിശാച് അങ്ങനെ സൈഡ് വഴി പോകുന്ന കണ്ടു. കാണുമായിരിക്കും, എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ. കാരണം യേശുക്രിസ്തു നിങ്ങളെന്നെ തൊട്ട് നോക്കുവിൻ, എനിക്കുള്ളതുപോലെ അസ്ഥിയും മാംസവും ഭൂതത്തിനില്ലെന്ന്. ഭൂതത്തിന് അസ്ഥിയും മാംസവും, അവനൊരു വായുവോ, ഒരു ഡബിൾ സ്പിരിറ്റാ, അവനൊരു കാറ്റാ സൈത്താൻ. ഈ സാത്താൻ അവിടെയും കയറി തോട്ടത്തിനകത്ത്. അപ്പോൾ തോട്ടത്തിലെ ആദാമിൻ്റെ മനോവേദന എന്താണ്? അത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പന്മാരുടെ വേദന മൂലം ലഭിച്ച നന്മകളെക്കുറിച്ച്, തലമുറകൾ കിട്ടിയ നന്മകളെക്കുറിച്ചും പറയാം. തലമുറകൾക്ക്, കുടുംബത്തിന്. ഇന്ന് പിന്നെ അപ്പനല്ലല്ലോ വീട്ടിലെ കാര്യം നടന്നത്, അമ്മയാണല്ലോ. അപ്പനൊന്നും ഒരു സാധനമില്ല. അപ്പന്മാർക്ക് ഒരു 100 വീടെടുത്താൽ ഒരു 80 വീട്ടിലും അപ്പന്മാർക്ക് സ്ഥാനമില്ല. 100 വീടെടുത്താൽ ഒരു 80 വീട്ടിൽ അപ്പന്മാർക്ക് സ്ഥാനമില്ല. അമ്മമാർ പറഞ്ഞ പോലെ കേട്ടോണം, ഇല്ലെങ്കിൽ വിവരം അറിയും. ഇല്ലെങ്കിൽ ഇന്ന് ഫേസ്ബുക്കും യൂട്യൂബും അതൊക്കെ കിടക്കുന്നതുകൊണ്ട് പേടിച്ച് ഈ അപ്പന്മാരെന്ത് ചെയ്യുന്നു? മിണ്ടാതെ ഒതുങ്ങിക്കൂടി അങ്ങ് ഇരിക്കുക. ഓക്കെ, ഈ അപ്പന്മാർ നല്ല പുള്ളികളൊന്നും അല്ല, അതും പറയാം. ശരി, പോട്ട് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയണം.
ആദാമിൻ്റെ മനോവേദന. തേജസ്സിനാൽ ഉടുപ്പിക്കപ്പെട്ട് ദൈവകൽപ്പന കൊടുത്ത് ദൈവം ഡയറക്റ്റ് സംസാരിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് തോട്ടത്തിലെ വേലയ്ക്കാക്കി 2:16-17 വാക്യത്തിൽ 32:16-17 വരുമ്പോൾ വ്യവസ്ഥകളൊക്കെ വെച്ച് തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെ ഫലം നിങ്ങൾക്ക് തിന്നാം, നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ മരിക്കും. ഈ വിവരം 2:18-21 വരെയുള്ള വാക്യത്തിലാണ് ഹൗവായെ ഈ പുള്ളിക്കൊരു ഗാഠനിദ്ര വരുത്തി, അനസ്തേഷ്യ എന്ന് പറഞ്ഞ മരുന്ന് അവിടെയാണ് തുടങ്ങുന്നത്. ഗാഠനിദ്ര വരുത്തി വാരിയിൽ ഊരിയെടുത്ത് വചനത്താൽ ശസ്ത്രക്രിയ ചെയ്ത്, ഒരു പാടുപോലും ഇല്ലാതെ ശസ്ത്രക്രിയ ചെയ്ത് അമ്മാമ്മ വെളിയിൽ വന്നു. ഇവരൊന്നും സൺഡേ സ്കൂൾ പഠിച്ച പാർട്ടികളല്ല. ഈ രണ്ടുപേർക്കും പറ്റിയ കുഴപ്പമാണ്. പിള്ളേരെ സൺഡേ സ്കൂളിന് വിടണം, വചനം പഠിക്കാൻ വിടണം. ഈ സൺഡേ സ്കൂൾ പഠിക്കാതെ വളർന്ന് യൗവനക്കാരായിട്ട് വന്നപ്പോൾ, നീ എൻ്റെ ഭാഷ പറഞ്ഞാൽ ഈ ഒരു 30 കഴിഞ്ഞ് 35 വയസ്സൊക്കെ ആകുമ്പോൾ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സൺഡേ സ്കൂൾ പഠിച്ചിട്ടില്ല അവർ. സൺഡേ സ്കൂളൊക്കെ പഠിച്ച് കുഞ്ഞുങ്ങളെ പഠിച്ച് വരുമ്പോൾ ആ വചനം അവരുടെ ഹൃദയത്തിൽ കിടക്കും. അങ്ങനെ ചുരുക്കി പറയാം, അല്ലെങ്കിൽ ഇത് തീരൂല. ഈ വിവരം ആദാമിനോട് പറഞ്ഞത് ഉൽപ്പത്തി 2:16-17 പറഞ്ഞത് ഹവ്വായോടും പറഞ്ഞു. ഇനി ഉൽപ്പത്തി 1:26-28 വരെ ആയിരിക്കുമ്പോൾ എന്താ, അവൻ സൃഷ്ടിച്ചപ്പോൾ ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ഉൽപ്പത്തി 5:1, 1, 2, 3 വാക്യത്തിലേക്ക് വരുമ്പോൾ അവർക്ക് ദൈവം ആദാമെന്ന് പേരിട്ടു. ഇത് പറഞ്ഞെന്നുള്ളതിൻ്റെ തെളിവ് 3-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. ആദാം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ ചുരുക്കി പറയാം, ഈ പാമ്പ് വന്ന് സംസാരിച്ച് അതുകൊണ്ട് ഫോണിൽ കൂടെ പാമ്പുകളൊക്കെ വിളിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചോണേ. പാമ്പാണോ ദൈവശബ്ദമാണോ എന്ന് തിരിച്ചറിയണം. പാമ്പിൻ്റെ ശബ്ദമാണോ ദൈവശബ്ദമാണോ എന്ന് തിരിച്ചറിയണം. പാമ്പുകളാണെങ്കിൽ ഉടൻ കട്ട് ചെയ്തേക്കണം. ഇരുന്ന് ഹൗവായുടെ കൂട്ടിരുന്ന് എന്ത് ചെയ്യരുത്, കേൾക്കാനിരിക്കരുത്. ഒന്ന് ചിരിച്ചാൽ മതി, അടുത്ത കോള് പിന്നെയും വരും. ഇതൊക്കെ അങ്ങ് നിർത്തിക്കൊണ്ട് ആത്മീയ കോളം നിലനിന്ന് പോകാൻ വേണ്ടി പറയുന്നത്. അങ്ങനെ അമ്മച്ചി ഇതെല്ലാം കൂടെ ഇത് പാമ്പിൻ്റെ വാക്കും കേട്ട് ഫലം പറിച്ചു തിന്നു അച്ചായൻ്റെ മുമ്പിൽ കൊണ്ടുവന്നേക്കുക. അച്ചായൻ തേജസ് നീക്കിയ അമ്മാമ്മയുടെ തേജസ് നഷ്ടപ്പെട്ടു. ഈ തേജസ് നഷ്ടപ്പെട്ട അമ്മാമ്മയുടെ ഒരു സ്വഭാവം തേജസ്സുള്ള അച്ചായനെ കൂടെ വീഴ്ത്തണമെന്ന്. അതുകൊണ്ട് തിന്നെന്ന് പറഞ്ഞാണ്. അങ്ങനെയൊന്നും ബൈബിളിലില്ല. ഞാനങ്ങ് പറയാം, പാവനയാണ്. തിന്ന് നമ്മുടെ കണ്ണ് തുറക്കും. നമ്മൾ ദൈവത്തെ പോലെയാണ്. തിന്ന് എന്ന് പറഞ്ഞ് ഇയാളങ്ങനെ അങ്ങോട്ട് നോക്കും, ദൈവത്തെ നോക്കും. മുകളിലേക്ക് തേജസ്സിരിക്കല്ലേ, ദൈവത്തെ നോക്കും, ദൈവം പറഞ്ഞത് ഓർക്കും. അത് വിട്ട് പോണോ വേണ്ടയോ? പിന്നെ പരിസരത്ത് തോട്ടത്തിൽ നോക്കി, ചുറ്റുപാട് നോക്കി. വേറെ യെരമ്യാ 4:22-23 വരുമ്പോൾ 24 വരുമ്പോൾ അവിടെ ഒരു വാക്യം കിടപ്പുണ്ട്. ഞാൻ നോക്കി ഒരു മനുഷ്യനെയും കണ്ടില്ല എന്നവിടെ കിടക്കുക. അപ്പോൾ അതുകൊണ്ട് നോക്കിയപ്പോൾ ഒരു മനുഷ്യനെയും കണ്ടില്ല. അത് ദൈവം നോക്കിയ കാര്യമാണ് പറയുന്നത്. അത് സൃഷ്ടിക്ക് മുൻപുള്ള കാര്യമാണ്. ശരി, അതാ നോക്കിയതല്ല. ഞാൻ പറയുന്നത് ഭാവനയാണ്. ആദാം ഇങ്ങനെ നോക്കി ഇന്ന് കണ്ടില്ല. വേറെ ആരും ഇല്ല. അതുകൊണ്ട് തിന്നാൽ ദൈവം നഷ്ടപ്പെടും, തിന്നില്ലെങ്കിൽ ഇവള് നഷ്ടപ്പെടും. അതുകൊണ്ട് മനോവേദനയോടെ ഭാരത്തോടെ എൻ്റെ ഭാര്യ നഷ്ടപ്പെടല്ലേ എന്ന് വിചാരിച്ച്
ഈ പുള്ളി വാങ്ങിച്ച് ഈ പുള്ളി അങ്ങ് തിന്നു. പുള്ളിയുടെ മനോവേദന ഉണ്ട്. അവിടുത്തെ പുള്ളിയുടെ ദൈവം സംസാരിച്ചതിന് ഓപ്പോസിറ്റ് പറഞ്ഞുകൊണ്ട് തിന്നുന്നത്. ദൈവം പറഞ്ഞതിന് ഓപ്പോസിറ്റാണ് തീറ്റിക്കുന്നത്. പലരും അങ്ങനെയാണ്, ദൈവം പറയുന്നതിന് ഓപ്പോസിറ്റ് തീറ്റിക്കാൻ നിൽക്കും. അതൊക്കെ മാറണം. പിന്നെ പുള്ളി ഒരു കാര്യം കൂടെ ചിന്തിച്ചു. ചുറ്റുപാട് നോക്കിയപ്പോൾ വേറെ കൗവമാരില്ല അവിടെ. അതുകൊണ്ടാണ് എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പുള്ളി പെട്ടെന്ന് ചാടിക്കരി വാങ്ങിച്ചങ്ങ് തിന്നത്. ദൈവത്തെ നഷ്ടപ്പെട്ടാലും വേണ്ടിയല്ല, എൻ്റെ ഭാര്യ നഷ്ടപ്പെടല്ലേ എന്നുള്ള ചിന്താഗതിയോ മനോവേദനയോടെ നിന്ന് എന്തായാലും വാങ്ങിച്ചു തിന്നു. രണ്ടും കൂടെ ഡ്യൂപ്ലിക്കേറ്റ് വസ്ത്രം ധരിച്ച് ഡ്യൂപ്ലിക്കേറ്റ് അണിയലുകൾ നടത്തി. അവിടെയാണ് ഓരോ വിഷയങ്ങൾ കിടക്കുന്നത്. സ്വർണം വേണോ വേണ്ടേ എന്നുള്ളതിനൊരു ഞാൻ കുറേ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് അലങ്കാരം തുടങ്ങിയത്, അണിയൽ തുടങ്ങിയത് അവിടെയാണ്. ദൈവം തേജസ്സിനാൽ ഉടുപ്പിക്കപ്പെട്ടിരുന്ന മനുഷ്യൻ ദൈവ തേജസ് വിട്ട് 3 കാര്യം നഷ്ടപ്പെട്ടു. 1, ദൈവശബ്ദം കേട്ടത് മറന്നു. 2, ദൈവ തേജസ് നഷ്ടപ്പെട്ടു. 3, ബഹുമാനം നഷ്ടപ്പെട്ടു. സങ്കീർത്തനം 8, 5, 6. ആദാമിൻ്റെ മനോവേദന. അതുകൊണ്ട് എന്ത് ചെയ്തു? തേജസ്സിൻ്റെ മക്കളെ പ്രസവിക്കേണ്ടതിന് പകരം പാപത്തിൽ പിറന്ന മക്കളെ പ്രസവിക്കേണ്ടി വന്നു. റോമർ 5:12. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും കടന്നു വന്നു. അതുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. അതുകൊണ്ട് കിട്ടിയത് കണ്ടില്ല, ആദ്യത്തെ തലമുറ കൊലപാതകനായില്ലേ? ദൈവത്തിൻ്റെ കൊച്ചുമകൻ കൊലപാതകനായില്ലേ? ദൈവവചന അനുസരിച്ച് പോകാത്തത് കൊണ്ടാണ് ആദാമിൻ്റെ വഴി. അതുകൊണ്ട് ആദാമിൻ്റെ സ്വഭാവം നമുക്ക് വേണ്ട. ദൈവം എന്ത് കൽപ്പിക്കുന്നു അത് ചെയ്താൽ മതി. വിഷയത്തിലേക്ക് വരാം. അബ്രഹാമിന് മക്കളില്ലാത്ത വേദന, മനോവേദന. ദൈവ ശബ്ദം കേട്ട് ഇറങ്ങിത്തിരിച്ചു. മക്കളെ കൊടുക്കാമെന്ന് പറഞ്ഞു. ഉൽപ്പത്തി 17 വരെ ആയപ്പോൾ 99 വയസ്സായി. ഉൽപ്പത്തി 11ൻ്റെ 26 മുതൽ ഇങ്ങോട്ട് പഠിക്കണം. ഉൽപ്പത്തി 17-ാം അധ്യായത്തിൽ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു, അബ്രാമേ, ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. നീ എൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായി നടക്കണം. കിളവൻ 99 വയസ്സായിട്ടും കിളവൻ നിഷ്കളങ്കനല്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ദൈവത്തിന് വാഗ്ദത്തം നിറവേറ്റണം. നമ്മളൊന്ന് നിഷ്കളങ്കനായി നടന്നു കൊടുത്താൽ മതി. ഇത്രയും നാളായില്ലേ? അപ്പോൾ ഈ 99 വയസ്സായിട്ട് നിഷ്കളങ്കനായി നടക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് എൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കനല്ല എന്നുള്ളതാണ്. ഞാൻ പുള്ളിയെക്കുറിച്ച്, അബ്രാമിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. മുകളിൽ ചെല്ലുമ്പോഴേ പുള്ളി നമ്മളോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ പോയില്ലേ? അതുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുക. അത് ദൈവമായിട്ടുള്ള ബന്ധം, വചനം മാത്രം ഞാനങ്ങ് പറഞ്ഞു പോകും. മക്കളില്ലാത്ത മനോവേദന, ഭാര്യയുടെ ശകാരം. ഉൽപ്പത്തി 15-ാം അധ്യായത്തിൽ ദൈവം ഡയറക്റ്റായിട്ട് സംസാരിക്കുന്നു. നിന്റെ ദാസൻ എലയാസർ അല്ല നിന്റെ അവകാശിയാകത്തില്ല, നിന്റെ ഉദരത്തിൽ നിന്ന് പിറക്കുന്നവൻ തന്നെ അവകാശിയാകുമെന്ന് പറഞ്ഞപ്പോൾ 16 ഇവിടെ ദൈവം ഡയറക്റ്റ് സംസാരിക്കുന്നു. ഉൽപ്പത്തി 16-ലേക്ക് വരുമ്പോൾ സാറായിയുടെ ഉള്ളിൽ പിശാചി കയറുന്നു. അങ്ങോട്ട് വന്ന ഉടനെ പറഞ്ഞു, എന്തായാലും എനിക്കിനി തലമുറയെ കിട്ടത്തില്ല. എന്നോട് ദൈവം ഇതുവരെ സംസാരിച്ചിട്ടുമില്ല. അതുകൊണ്ട് നീ എന്ത് ചെയ്യുക? ദാസിയിൽ കൂടെ, ആ ദാസി 5-ാം സ്ഥാനക്കാരി ഉണ്ടല്ലോ ദാസി, അവളിൽ കൂടെ എനിക്കൊരു തലമുറ ലഭിക്കട്ടെ. പോയില്ലേ സംഭവം? ഇവര് കുറുക്ക് വഴി തേടിയെടുത്തു. കുറുക്ക് വഴി, ദൈവിക വാഗ്ദത്തം പ്രാപിക്കാൻ കുറുക്ക് വഴി അച്ചായന്മാരെടുക്കരുത്, പാസ്റ്റർമാരെടുക്കരുത്. കട്ടതയുണ്ട്, ശോധനയുണ്ട്, പ്രതിസന്ധികളുണ്ട്, രോഗമുണ്ട്, ദുഃഖമുണ്ട്. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഇസ്കരിയോത്ത യൂദായോട് പറഞ്ഞു, മർക്കോസ് 14-ാം അധ്യായം, യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്.
ദരിദ്രന്മാർ എല്ലായ്പ്പോഴും നിങ്ങൾക്കുണ്ടല്ലോ. അപ്പോൾ പാവപ്പെട്ടവനെന്നും ഉണ്ടാവും. ഞാൻ എൻ്റെ ചിന്താവിഷയത്തിലേക്ക് വരാം. ഇടക്കേറി പറയുന്ന ദൂതായിട്ട് വരുന്ന ദൂതൊന്നും പറയാൻ സമയമില്ല. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അങ്ങനെ അമ്മാമ്മ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ അമ്മാമ്മയുടെ സ്വഭാവം എന്തായിരിക്കും? ഉടനെ ഇന്നത്തെ കൂട്ട് പറയത്തില്ല ഡിവോഴ്സ് ആവാന്ന് പറയത്തില്ലേ? അന്ന് ഡിവോഴ്സൊക്കെ ഉണ്ടോയെന്ന് അറിയത്തില്ല. അന്നും ഉണ്ട്. കാരണം ദൈവവചനത്തിലൊക്കെ ഉണ്ടല്ലോ. മത്തായി 19 വായിക്കുമ്പോൾ യേശുക്രിസ്തു അതിനെക്കുറിച്ചാണ് പറയുന്നത്. അത് തിരുവഴുത്തിൽ പുറകോട്ട് തിരിഞ്ഞ് അതിൽ നിന്ന് വിവാഹ മോശ പറഞ്ഞല്ലോ, വ്യഭിചാരത്താലല്ലാതെ ഭാര്യ ഉപേക്ഷിക്കണം. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആത്മീയ അർത്ഥങ്ങൾ അതിലൊന്നുമില്ല. ഞാൻ അതിൽ കിടക്കുന്നില്ല. ഡിവോഴ്സ്. അതുകൊണ്ട് പുള്ളി പേടിച്ചിട്ട് അവർ പറഞ്ഞതുപോലെ ഇറങ്ങിക്കൂടി. പുള്ളിയുടെ ആ മനോവേദന അതുകൊണ്ട് എന്ത് സംഭവിച്ചു? വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നില്ലേ കുറുക്ക് വഴിയിൽ കൂടെ സമ്പാദിച്ചപ്പോൾ? കുറുക്ക് വഴിയിൽ കൂടെ അപ്പന്മാർ പോകരുത്. ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്നവർ ദൈവവചന അടിസ്ഥാനത്തിൽ നിൽക്കണം. ആരെയും കുറ്റം പറയുന്നതല്ല. എന്തായാലും കണ്ണുനീരൊഴുക്കിയാലും കരഞ്ഞാലും നിലവിളിച്ചാലും ഈ 17-ാം അധ്യായത്തിൽ വന്നപ്പോൾ ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. ഉൽപ്പത്തി 21 പറഞ്ഞത് സാറായോട് നീ കോപിക്കരുത്, അവൾ പറയുന്ന പോലെ നീ അങ്ങ് ചെയ്തോളാം. പോട്ടെ, ഞാനതിലേക്ക് വരുന്നത് 17-ാം അധ്യായത്തിൽ വന്നപ്പോൾ ചില നിയമങ്ങൾ, ശരീരത്തിലുള്ള അടയാളം, പരിച്ഛേദന ഇത് നടത്തിയിട്ട് പറഞ്ഞു, സാറ് നിൻ്റെ പേര് ഞാൻ വലുതാക്കുമെന്ന് പറഞ്ഞില്ലേ, അതിവിടെ ഞാനിതാ പേര് വലുതാക്കാൻ പോവുകയാണ്. 17-ാം അധ്യായം. സാറായിയുടെ പേര് ഞാൻ സാറയാക്കാൻ പോവുക. വാഗ്ദത്തം നിറവേറാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ വർഷങ്ങളായി മനോവേദനയാൽ തലമുറയില്ലാതെ ഭാരപ്പെട്ട് കരഞ്ഞ് മനോവേദനയാൽ നടക്കുമ്പോൾ ദാസിയിൽ തലമുറ ജനിച്ചപ്പോൾ, ഹാഗാർ എന്ന ദാസിയിൽ തലമുറ ജനിച്ചപ്പോൾ അവൾക്ക് യജമാനത്തി ഒരു നിന്നാവിഷയമായി മാറി. കുറുക്ക് വഴി പോയതുകൊണ്ടല്ലേ നിന്നയായത്. എന്തിനാ കുറുക്ക് വഴി പോകുന്നത്? ചെങ്കടൽ കിടക്കാതെ വേറൊരു കുറുക്ക് വഴിയുണ്ട്. ഇസ്രായേൽ ജനത്തിന് അറിയാം, കുറച്ച് പേർക്കെങ്കിലും അറിയാം കുറുക്ക് വഴി. പുറപ്പാട് 13-17 ഉണ്ട്. ദൈവം അതിലേ വിട്ടില്ല. ഇസ്രായേൽ ജനത്തിന് അറിയാം ഈജിപ്തിലോട്ട് പോകുന്ന വഴി ഏതാണെന്ന്. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തില്ല? പുറപ്പാട് 13-17 കുറുക്ക് വഴി വിട്ടില്ല. ദൈവം ഉദ്ദേശിച്ച പാതയിൽ കൂടെ വിട്ടു. നമുക്കത് മതി, നമ്മുടെ തലമുറകൾക്കത് മതി. എങ്കിലും ദൈവം പറഞ്ഞ വാഗ്ദത്തം നിവർത്തിച്ചു. ചിരി എന്നർത്ഥമുള്ള ഒരു ഇസഹാക്കിനെ കൊടുത്തു. രണ്ടുപേര് ചിരിച്ചു ദൂത് കേട്ട്. ഉൽപ്പത്തി 17-17 ഉൽപ്പത്തി 18-12 ദൈവാലോചന കേട്ട് ചിരിച്ചു. ചിരി എന്നർത്ഥമുള്ള ഇസഹാക്കിനെ കൊടുത്തു. അതിൽ കൂടെ വന്നില്ലേ യേശുക്രിസ്തുവിൻ്റെ വംശവാലി പട്ടിക? അതിൽ വന്നില്ലേ? ഒരപ്പൻ കരഞ്ഞെങ്കിൽ അപ്പൻ്റെ കരച്ചിൽ, അപ്പൻ്റെ മനോവേദനയിൽ കൂടെ ഒരു ഇസഹാക്ക്, ക്രിസ്തുവിന് നിഴലായി നിൽക്കുന്ന ഒരു ഇസഹാക്ക് അവിടെ വന്നില്ലേ? വിറകം ചുമന്നു കൊണ്ടുപോകുന്ന ഇസഹാക്ക്, ഗോൽഗോത്ത മലയിലേക്ക് കയറിപ്പോകുന്ന മരക്കുരിശ്, 85 കിലോ പച്ച പൈൻ മരക്കുരിശും എടുത്തുകൊണ്ട് ആരും ആശ്രയമില്ലാതെ പോകുന്ന കർത്താവായ യേശു ക്രിസ്തു ഇവിടെ കഴുതയുടെ പുറത്തിരുന്ന് വിറക് കെട്ടെടുത്ത് ഇസഹാക്കിൻ്റെ തോളിൽ തനിയെ ചുമന്നുകൊണ്ട് ദൈവം കൽപ്പിച്ച്, മോറിയ മലയല്ല, ദൈവം കൽപ്പിച്ചിരുന്ന മലയിലേക്ക് കയറിപ്പോയി. അത് വേണമെങ്കിൽ കാൽവറി മലയ്ക്ക് നിഴലായി നിൽക്കുന്നു. കാൽവറി മല എന്ന് പറയാം. അതുകൊണ്ട്
യേശുക്രിസ്തു ഇതിൽ കൂടെ അബ്രഹാം, യാക്കോബ് ഇങ്ങനെ തലമുറയായി വലിയ നന്മകൾ കാണാനിടയായില്ലേ? ദൈവിക വാഗ്ദത്തങ്ങൾ നിറവേറിയില്ലേ? ഇസഹാക്കിനും തലമുറകളെ താമസിച്ചെങ്കിലും ദൈവം കൊടുത്തപ്പോൾ ഇരട്ട പിള്ളകളെ കൊടുത്തില്ലേ പ്രാർത്ഥിച്ചപ്പോൾ? വിഷയത്തിലേക്ക് വരട്ടെ. 25-ാം അധ്യായത്തിൽ തന്നെ കിടപ്പുണ്ട് ഈ ഭാഗങ്ങളൊക്കെ. പ്രാർത്ഥിക്കുന്ന, മനോവേദനയോടെ കരയുന്ന അപ്പന് വാഗ്ദത്തങ്ങൾ തലമുറകളാണെങ്കിൽ ആ തലമുറകളിൽ കൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവശക്തനാണ്. 1 ആദാം, 2 ആദാമിൻ്റെ മനോവേദന, 2 അബ്രഹാമിൻ്റെ മനോവേദന. ഈ ഒരൊറ്റ കുടുംബത്തിൽ കൂടെയല്ലേ പിന്നെ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. അങ്ങോട്ട് കുറച്ച് വേദനിച്ചാലും കുഴപ്പമില്ല. അടുത്തതായിട്ട് എൻ്റെ ചിന്താവിഷയമെന്ന് പറയുന്നത് ഒരു നോഗയാണ്. അത് മുമ്പേ പറയേണ്ടതായിരുന്നു. നോഗയോട് ദൈവം, വിഷമമൊന്നും അതിനകത്ത് പറയുന്നില്ല, നമുക്കെടുക്കാം. കാരണം ഈ ദൈവവേല ഗ്രാമങ്ങളിലൊക്കെ ചെയ്യുന്ന ദൈവദാസന്മാരൊക്കെ വളരെ കട്ട അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുക. അപ്പം നോഗ ഉൽപ്പത്തി പുസ്തകം 6:8, 6:9, 6:22 ദൈവം നോഗയോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. അങ്ങനെ തന്നെ ചെയ്ത മനുഷ്യനാണ്. 6:8 നോഗയ്ക്ക് കൂടെ കൃപ ലഭിച്ചു. മറിയയ്ക്ക് യേശുക്രിസ്തു ഉരുവാകുന്നതിന് മുൻപ് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. അപ്പം കൃപ കൊടുത്തു, പക്ഷെ പൈസ കൊടുത്തില്ല. അപ്പം കൃപയുള്ളവനെ ചിലപ്പോൾ പൈസ കാണത്തില്ല, പണിയാൻ പറയും. ATM കാർഡോ ഡെബിറ്റ് കാർഡോ ഇതൊന്നുമില്ല, ക്രെഡിറ്റ് കാർഡോ ഒന്നുമില്ല, പൈസയും കൊടുത്തില്ല. ഒരു ഷിപ്പാണ് പണിയേണ്ടത്. ഇന്നത്തെ വലിയൊരു ഷിപ്പ് പണിയേണ്ടത്. വേലക്കാർക്ക് കാശ് കൊടുക്കണ്ടേ? പോവോ? 1 മാസം കൊടുത്തില്ലെങ്കിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കൂലേ? ഞങ്ങളൊക്കെ ജോലി ചെയ്യുന്ന കാലത്ത് 3-4 മാസം കൂടുമ്പോഴാണ് പൈസ ആയിരുന്നു. ചിലപ്പോൾ 1 മാസത്തെ തരും. അവിടെ കിടക്കട്ടെ, അവിടെ കിടക്കട്ടെ. അന്നത്തെ കാലം. ഞാൻ ഈ ദുബായ് ട്രേഡോക്കിലൊക്കെ വർക്ക് ചെയ്തതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് വളരെ ശ്രദ്ധിക്കണം. നോഗ, പിന്നെ അവിടുത്തെ അമ്മ സൈലൻ്റാണ്. ഈ കിളവൻ വയസ്സാം കാലത്ത് എന്തിനുള്ള പുറപ്പാടാണെന്നൊന്നും ചോദിച്ചില്ല. അതോ ഇനി മറച്ചു വെച്ചിരിക്കുകയെന്നോ? ആവർത്തനം 29-28 മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ യഹോവയ്ക്കുള്ളത് പറഞ്ഞതുപോലെ ആ കിളവി വല്ല സംസാരിച്ചില്ലെന്നൊന്നും അറിയത്തില്ല. എന്നാൽ കർത്താവ് പറഞ്ഞ പോലെ ചെയ്തു. ഇന്നത്തെ കിളവിമാരാണെങ്കിൽ അടങ്ങിയിരിക്കില്ല. എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ടേ, അത് വേറെ. ഇദ്ദേഹം മനോവേദനയോടെ പെട്ടകം പണിതു. പെട്ടകമെല്ലാം പണിതിട്ട് എൻ്റെ ഒരു ചിന്താവിഷയം പറയാം. അത് പത്രോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്ന കുടുംബം രക്ഷ പ്രാപിച്ചത്. അവിടെ ഇരിക്കട്ടെ. പെട്ടകത്തിനകത്ത് കയറിയവർ 8 പേർ എന്നുള്ളൊരു പദം കിടപ്പുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. എൻ്റെ ചിന്താവിഷയം, വളരെ വേദനയോടെ ദൈവസന്നിധിയിൽ ഇരുന്ന് പെട്ടകം പണിതു. പെട്ടകം പണിത് കഴിഞ്ഞ് 7 ദിവസക്കാലം മഴ പെയ്തില്ല. നാട്ടുകാർ കൂക്കുവിളി തുടങ്ങിയെന്നേ. അപ്പോഴുള്ള മനോവേദന നോക്കിയേ. പെട്ടകം പണിത് കഴിഞ്ഞ് 7 ദിവസമായിട്ട് മഴ പെയ്യുന്നില്ല, കൂക്കുവിളി തുടങ്ങി. പക്ഷെ ഒരു ദിവസം കാണാം, കാറ്റും കോളും കൊണ്ട് സ്വർഗത്തിലെ ആകാശത്തിലെ കിളിവാതിൽ തുറന്നു വിട്ട് പറഞ്ഞവൻ വാക്ക് മാറിയില്ല. നിലത്ത് നാഴികയുടെ ഉറവയും തുറന്നു വിട്ടു. പെട്ടകം പൊങ്ങി. അതിനു മുൻപൊരു ദൂതുണ്ട്.
സകല മൃഗങ്ങളെ എല്ലാം കയറ്റി, എൻ്റെ ഒരു ഭാവന പറയുക, എല്ലാത്തിനെയും കയറ്റി ഓരോന്നിനെയും പേര് വിളിച്ച് സിംഹങ്ങൾ കയറുക, അവന്മാരെല്ലാം മിണ്ടാതെ വന്നു. കരടി കയറുക, പുലി കയറുക, ജിറാഫ് കയറുക എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരെ പേര് വിളിച്ച് കയറ്റി. ലാസ്റ്റ് പറഞ്ഞു, ക്ഷേമേ നിന്നിൽ കൂടെ വേണം അബ്രാമും അവരൊക്കെ ഇങ്ങോട്ട് വരേണ്ടത് നിന്നിൽ കൂടെയാണ്, അതുകൊണ്ട് നീ ആദ്യം ഇങ്ങോട്ട് കയറെന്ന് പറഞ്ഞു. ഇന്നത്തെ പുള്ളികളാണെങ്കിൽ പറയും, അപ്പനാദ്യം കയറപ്പാന്ന് പറയും. കാരണം അതിനകത്ത് സിംഹമുണ്ട്, കരടിയുണ്ട്, പുലിയുണ്ട്, പെരുമ്പാമ്പുണ്ട്, എല്ലാം ഉണ്ടല്ലോ. ഇന്നും സഭയ്ക്കകത്ത് ഇതെല്ലാം ഉണ്ട് കേട്ടോ. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, എൻ്റെ വിഷയം അതല്ലാത്തതുകൊണ്ട്. ഈ സേമ് ഒരു മടിയും കൂടാതെ എൻ്റെ ഭാര്യയും വിളിച്ചുകൊണ്ട് കയറാനുള്ള കാരണം എൻ്റെ ഒരു ഭാവനയാണ്. ഈ അപ്പനിരുന്ന് ദൈവസന്നിധിയിലിരുന്ന് ദൈവത്തിൻ്റെ അരുളപ്പാട് ചോദിക്കുന്നത്, ദൈവശബ്ദം കേൾക്കുന്നത് ഈ മക്കൾ കണ്ടിട്ടുണ്ട്, ഈ അമ്മയും കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ അപ്പം പറഞ്ഞാൽ ഞാനിതിനകത്ത് കയറും. എൻ്റെ മക്കളും പറയും. എൻ്റെ രണ്ടാമത്തവൻ എപ്പോഴും അപ്പൻ പറഞ്ഞാൽ അതുപോലെ ചെയ്യും. മൂന്നാമത്തവനും പറയും അപ്പനോട് ചോദിക്കുക. മക്കൾ പറയുന്നത് അതാ. അപ്പോൾ തലമുറകൾ അപ്പം പറയുന്നത് അനുസരിച്ചു. കയറിയതിൻ്റെ കാരണം ഇന്നത്തെ ന്യൂ ജനറേഷൻ കയറൂല. കാരണം അവർ കയറണമെങ്കിൽ അപ്പന്മാർ നേരെ നിൽക്കണം. ദൈവസന്നിധിയിൽ ഇരുന്ന് കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഒരു അപ്പൻ്റെ മനോവേദന, മനോഭാരം ദൈവം പറഞ്ഞതനുസരിച്ച് ചെയ്തു കഴിഞ്ഞപ്പോൾ ആദ്യം ശേമും ഭാര്യയും കയറി, അടുത്ത ഹാമും ഭാര്യയും കയറി, യാബത്തും ഭാര്യയും കയറി, ലാസ്റ്റിൽ അപ്പനും അമ്മയും കയറി. ആരെങ്കിലും ഉണ്ടോ വരാനില്ല? കയറാനുണ്ടോ? നീ ഇവിടെ നിന്ന് പൊങ്ങുന്ന കാണട്ടെ ഞങ്ങൾ എന്നും പറഞ്ഞുകൊണ്ട് ആശാരിമാരൊക്കെ ഇങ്ങനെ മുറിവീടിയൊക്കെ വലിച്ച് എല്ലാവരും കൂടെ കൂടി ചുറ്റിനും നിൽക്കുക. അപ്പക്കാണ് ഒരൊറ്റ മഴ. മാക്സിമം അന്ന് നീന്തന്മാർക്ക് അറിയാമോ എന്ന് എനിക്കറിയത്തില്ല, കാരണം അന്ന് വെള്ളമില്ലല്ലോ. അതുവരെ മഞ്ഞ് പൊങ്ങിയല്ലേ ഭൂമി നനച്ചു വന്ന്. അതുകൊണ്ട് നീന്തൊന്നും പഠിച്ചിട്ടില്ലായിരുന്നു. ഇല്ലെങ്കിൽ ഇവന്മാർ എവിടെയെങ്കിലും നീന്തിപ്പോയി പിടിച്ചോണ്ടിരുന്നേനെ. നീന്താൻ വെള്ളമില്ലായിരുന്നു. ഇനി വെള്ളം ഉണ്ടായ സമുദ്രം ഉണ്ടായിരുന്നു, അല്ല ഞാൻ പറയുക. നീന്ത് പഠിക്കാൻ സാധ്യതയില്ല. ഇന്നത്തെ കൊണ്ട് സ്വിമ്മിംഗ് പൂളുകളൊന്നും അവിടെയൊന്നും ഇല്ലല്ലോ. വിഷയത്തിലേക്ക് വരാം. അങ്ങനെ കയറി യഹോവ വാതിലടച്ചു. ദൈവമാണ് വാതിലടച്ചത്. തുറന്നത് നോഹയാണെങ്കിലും ദൈവം വാതിലട. ഉൽപ്പത്തി 6-ാം അധ്യായം 7-ാം അധ്യായം 8-ാം അധ്യായം വരെ പഠിക്കണം. ഇത്രയും കാര്യം പറഞ്ഞ ഭാഗം വിടുന്നു. അവിടെ എന്താണ് അപ്പൻ്റെ കരച്ചിൽ മൂലം കിട്ടിയത്? കുടുംബത്തിന് രക്ഷ വന്നില്ലേ? തലമുറകൾക്ക് രക്ഷ വന്നില്ലേ? അതിൽ കൂടെ ഒരു വലിയൊരു ദൈവപ്രവൃത്തി അബ്രാമിൽ കൂടെ വെളിപ്പെടുന്നില്ലേ? 11-ാം അധ്യായത്തിലും 10-ാം അധ്യായത്തിലും ചിലതിൻ്റെയൊക്കെ അഹങ്കാരങ്ങൾ മാറ്റുന്നില്ലേ? ഭാഷ കലക്കുന്നില്ലേ? കലക്കിയാലും അപ്പുറത്തൊരു കൂട്ടരെ ദൈവം കണ്ടിരുന്നു. അബ്രാമിനെ കണ്ടിരുന്നു. അതിൽ കൂടെ ക്രിസ്തീയ വംശം ഉരുവാകുന്നു. അതിൽ കൂടെ ക്രിസ്തു വരുന്നു. ദൈവപ്രവൃത്തി വെളിപ്പെട്ടില്ലേ? ഒരപ്പൻ്റെ മനോവേദന, ഒരപ്പൻ്റെ കണ്ണുനീര്, ഒരപ്പൻ്റെ പ്രാർത്ഥന, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടില്ലേ? അതുകൊണ്ടല്ലേ ഇനി അപ്പന്മാർ പ്രാർത്ഥിച്ചാലും അമ്മമാർ പ്രാർത്ഥിച്ചാലും ഞാൻ രണ്ടായിട്ട് എടുത്തതിൻ്റെ കാരണം വേറെയാണ്. വ്യത്യസ്തമായ ദൂതുകൾ കിടക്കുന്നുണ്ടാണ്. അമ്മമാരെ ഇടിച്ചു താഴ്ത്തുന്നതല്ല, സഹോദരിമാരെ ഇടിച്ചു താഴ്ത്തുന്നതല്ല. വിഷയത്തിലേക്ക് ഞാൻ വരാം. എന്താണ് സംഭവിച്ചത്? കുടുംബ രക്ഷ പ്രാപിച്ചില്ലേ? അതിൽ കൂടെ തലമുറയായി. മത്തായി 1:17 പറയുമ്പോൾ അബ്രാഹാം മുതൽ ദാവീദ് വരെ 14
ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം 14, അവിടെ മുതൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവ് വരെ, കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ അവതാരമെടുക്കുന്ന ക്രിസ്തുവിൻ്റെ വരവ് വരെ, മനുഷ്യ അവതാരമെടുത്ത് വരുന്നത് 14. വിഷയത്തിലേക്ക് ഞാൻ വരാം. യേശുക്രിസ്തു ആ വംശാവലി പട്ടികയിൽ വരുവാനിടയായി. അപ്പൻ്റെ അടുത്തതായിട്ട് ഞാൻ യാക്കോബിനെ എന്നെടുക്കുക. പുള്ളി ഭൗതികത്തിൻ്റെ ആളാണ്, അത് നമുക്ക് മനസ്സിലായി, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം. ഭൗതികത്തിൻ്റെ ആളാണ്. കാരണം അപ്പനെ ജ്യേഷ്ഠനെയും കബളിപ്പിച്ച് ഓടി. ലൂസ് എന്ന സ്ഥലത്ത് ചെന്ന്, ഉൽപ്പത്തി 28:16 മുതലുള്ള വാക്യം, സ്ഥലത്ത് ചെന്ന് തലേണ വെച്ച് കിടന്നുറങ്ങി ദൈവിക ദർശനം കണ്ടു. പുള്ളി ലാബാൻ്റെ ഭവനത്തിൽ പോയി, ദൈവ നന്മകൾ കൊടുത്തു, തിരികെ വന്നു. അപ്പോൾ ഇയാൾ ലൂസ് എന്ന സ്ഥലം ബദലാക്കി അവിടെ ഒരു തൂണ് മാറ്റിയിട്ട് പറഞ്ഞു, എൻ്റെ അപ്പൻ എന്നെ മടക്കി വരുത്തിയാൽ ഞാനിവിടെ ഒരു ആലയം പണിയുമെന്ന് പറഞ്ഞു. ഈ പുള്ളിയെ ഇത്രയും പറയാതെ അടുത്ത വിഷയത്തിലേക്ക് പോകാൻ പറ്റില്ല. 33 തൻ്റെ ജ്യേഷ്ഠനുമായിട്ട് കണ്ടു കെട്ടിപ്പിടിച്ച് ചുമ്മനമൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു, ബാ നീ എന്നെ കൂടെ വാന്ന് പറഞ്ഞു. ഇല്ല, പുള്ളി എന്ത് ചെയ്തു, എനിക്ക് അതുണ്ട് ഇതുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, നടക്കാൻ പറ്റത്തില്ല, കന്നുകാലികളുണ്ട്, അതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞു. പുള്ളി നേരെ സുക്കോത്തിലേക്ക് പോയി ശേഖേമിൽ താമസം ആരംഭിച്ച് അവിടെ തൻ്റെ മകൾ അപമാനിക്കപ്പെട്ടു. അങ്ങനെ ശേഖേമിലെ സ്ഥിരവാസം തനിക്ക് ബുദ്ധിമുട്ടായി. ഇയാൾ അവിടെ ഒന്ന് വീട് കെട്ടി, 2 തൊഴുത്ത് കെട്ടി ഇങ്ങനെ, എന്നിട്ടും ആലയം കെട്ടിയില്ല. ദൈവത്തിന് നേർച്ച എന്തുമായിരുന്നു? ആലയം പണിയാമെന്ന. ആലയം പണിയാതെ വീട് കെട്ടി, തൊഴുത്ത് കെട്ടി, അവസാനം പ്രശ്നങ്ങളായി. ദൈവം പറഞ്ഞ് വിട്ടോളാൻ പറഞ്ഞ് നേരെ ബദലിലേക്ക്. അങ്ങനെ 35 ആരാധനയും കഴിഞ്ഞ് നേരെ യാത്ര തിരിച്ചു. യാത്ര തിരിച്ച് ഇങ്ങനെ, എൻ്റെ ചുരുക്കി പറഞ്ഞാൽ, ലാബാൻ്റെ വീട്ടിൽ നിന്നുള്ള വരവിൽ, നാട്ടിലേക്കുള്ള വരവിൽ ഈ പുള്ളി ഇതെല്ലാം ചെയ്തു. പക്ഷേ എല്ലാത്തിനെയും അക്കരെ കടത്തി യേശാവിനെ കാണുന്നതിന് മുൻപ് 32-ാം അധ്യായത്തിൽ, ഉൽപ്പത്തി 32-ൽ, ഒരു പുരുഷനുമായി ദൈവവുമായി മൽപ്പിടുത്തം നടത്തി, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. വൃക്ഷസാവോളം മൽപ്പിടുത്തം നടത്തിയപ്പോൾ ഹോശിയ 12:3 പറയുന്നു, അവൻ കരഞ്ഞ ദൈവത്തോട് അപേക്ഷിച്ചെന്ന്. അല്ലാതെ ദൂതനോടൊന്നും മല്ലുപിടിക്കാൻ പറ്റത്തില്ല. രാജാക്കന്മാർക്ക് എഴുതിയ 2-ാം പുസ്തകം 19:35 തോന്നി ഇങ്ങനെ പറയുന്നു, ഒരു ദൂതൻ അശൂർ പട്ടണത്തെ ഒരു രാത്രി കൊണ്ട് മൊത്തവണ്ണത്തെ തകർത്തത്. അത്രേ ഉള്ളായിരുന്നു. മിഖായേലായിരിക്കും, ഒറ്റ മൊത്തം തകർത്തു കളഞ്ഞു. അത്രേ ഉള്ളായിരുന്നു. ദൈവം വെട്ടി ദൂതൻ. അപ്പോൾ ദൂതനോട് മല്ലുപിടിക്കാനൊന്നും പറ്റില്ല. പുഴുവായ യാക്കോവേ പറ്റത്തില്ല. പക്ഷേ അതിനെക്കുറിച്ച് ഹോശിയ പ്രവാചകന് കിട്ടിയ വെളിപ്പാട്, അവൻ കരഞ്ഞ് ദൈവത്തോട് അപേക്ഷിച്ചു. അപ്പം നേരം വെളുക്കുന്നവരെ കടന്ന് കരഞ്ഞു, ദൈവസന്നിധിയിലിരുന്ന് കരഞ്ഞപ്പോൾ എന്ത് ചെയ്യും? അവൻ കരച്ചിൽ കണ്ട് മറികടന്നു പോകുന്ന ദൈവമല്ല. കരച്ചിലിന് മുൻപിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് അവൻ്റെ തുടയ്ക്കൊരു ഉളുക്കിട്ട് കൊടുത്തു. അത് മരണകാലം വരെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെയാണ് എൻ്റെ ചിന്താവിഷയം. ദൂതന് ദൈവവുമായിട്ട് മൽപ്പിടുത്തം നടത്തിയത്, ദൈവസന്നിധി നിലവിളിച്ചത്, കരഞ്ഞത്, തൻ്റെ കുടുംബങ്ങൾക്ക് വേണ്ടി. പുള്ളിക്ക് ഒരുപാട് കുടുംബങ്ങളുണ്ട്. കുടുംബങ്ങൾക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടിയാണ്. മാത്രവുമല്ല, സഹോദരൻ ഏശാവ് 300 പേരുമായിട്ട് 33 വരുന്നുണ്ടെന്ന് അറിവ് കിട്ടി. അവൻ കൊല്ലാതിരിക്കാനും കൂടെയാണ്. മരണകാലം വരെ ഇവൻ്റെ ഉള്ളിൽ പേടിയുണ്ടായിരുന്നു ഏശാവിന്. പുള്ളി ക്ഷമിച്ചെങ്കിലും എടുത്തെങ്കിലും എല്ലാം ചെയ്തെങ്കിലും പുള്ളിയുടെ ഉള്ളിൽ പേടി. ഏത് സമയത്താണ് തട്ടുന്നതെന്ന് അറിയത്തില്ല.
അവസാനം വരെ പേടിച്ച് പേടിച്ച് കഴിയേണ്ടി വന്നു. അപ്പോൾ ഒരപ്പൻ ഉളുക്ക് സമ്പാദിച്ചത് കുടുംബത്തിന് വേണ്ടിയാ, മക്കൾക്ക് വേണ്ടിയാ, അവരുടെ പഠനത്തിന് വേണ്ടിയാ, അവരുടെ ഭാവിക്ക് വേണ്ടിയാ. അതുകൊണ്ട് മക്കളും അമ്മമാരും ശ്രദ്ധിക്കുക, ഒരപ്പന് കൊടുക്കേണ്ട ബഹുമാനം അപ്പന് കൊടുക്കണം. വചനാടിസ്ഥാനത്തിൽ ഭർത്താക്കന്മാർക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുത്താൽ മതി. വചനാടിസ്ഥാനത്തിൽ കൊടുക്ക്. അതുകൊണ്ട് ഉളുക്കും കൊണ്ട് ഉളുക്ക്, ആ ഉളുക്ക് പിന്നെ മാറിയിട്ടില്ലെന്നാണ് ചരിത്രം പറയുന്നത്. ആ ഉളുക്കും കൊണ്ട് തലമുറകൾക്ക് വേണ്ടി അവസാനം 49 എല്ലാത്തിനെയും വിളിച്ച് പ്രവചനം പറഞ്ഞ് ദാനോട് പറഞ്ഞ് നീ വഴിയിലൊരു പാമ്പാന്ന്, പാതയിലൊരു സർപ്പമെന്നും പറഞ്ഞ് 50 നല്ലൊരു ശവമടക്കം കിട്ടി. അത് മാത്രമാണ്, അതിൽ കൂടെ 12 ഗോത്ര പ്രഭുക്കന്മാർ ഉത്ഭവിച്ചില്ലേ. അത് നോഹ കരഞ്ഞതും കണ്ണുനീരൊഴുക്കിയതും പ്രാർത്ഥിച്ചതും ദൈവത്തിൻ്റെ അരുളപ്പാട് കേട്ടതും മൂലം ശേമിൽ കൂടെ വന്ന് ഇങ്ങനെ 12 ഗോത്രം ഉത്ഭവിച്ചു. ഞാൻ പാമ്പിടുക. അതാണ് ഒരപ്പം കരഞ്ഞാലുള്ള ഗുണം. അതാ അമ്മ കരഞ്ഞാൽ ഗുണം ഉണ്ടായല്ലോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ദൈവവചന അടിസ്ഥാനത്തിൽ അനുസരിച്ച് ഒരപ്പൻ്റെ വേദന എന്താണെന്ന് മക്കൾ മനസ്സിലാക്കണം. ഒരപ്പനെ കരയിപ്പിക്കരുത്. പണ്ടൊരപ്പം വീതം വയ്ക്കാൻ സമയത്ത് മക്കളെല്ലാം കൂടെ വന്ന് നിൽക്കുക, കിടക്കുക, ചുറ്റിനും വന്ന് നിൽക്കുക. അപ്പോൾ അപ്പം പറഞ്ഞു, അപ്പന്മാർ വീതം വയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അപ്പം പറഞ്ഞു, മേലാദായം മുഴുവനും എനിക്കും അമ്മയ്ക്കും, നിങ്ങളുടെ അമ്മയ്ക്കും, കീഴാദായം മുഴുവനും മക്കൾക്കുമാന്ന് പറഞ്ഞു. പിള്ളേർ വളരെ സന്തോഷത്തോടു കൂടി അപ്പം വിചാരിച്ചു. പിള്ളേർക്ക് സന്തോഷമായി. മക്കളെന്ത് ചെയ്യുന്നവരെ ഇങ്ങോട്ട് പോകുന്ന ലോറിക്കണക്കിന് തേങ്ങയും ചക്കയും മാങ്ങയും എല്ലാം ഇട്ടുകൊണ്ട് പോകും. അപ്പനും അമ്മയും അവിടെ നോക്കിയിരിക്കുക. ഒരെണ്ണം പോലും അപ്പനും അമ്മയ്ക്കും കൊടുക്കത്തില്ല. കാരണം എഴുതി വെച്ചുപോയി, മേലാദായം അപ്പനും അമ്മയ്ക്കും, കീഴാദായം മുഴുവനും ഞങ്ങൾക്കുമാണ്. എഴുതി വെച്ചോ, മിണ്ടാൻ പറ്റുമോ? ഇനി എഴുതുമ്പം വളരെ ശ്രദ്ധിച്ചോണം. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അമ്മാര് ബുദ്ധിമാന്മാരല്ലേ, ന്യൂ ജനറേഷൻ, ഭയങ്കര ബുദ്ധിയുള്ള കുഞ്ഞുങ്ങളല്ലേ. അതുകൊണ്ട് അപ്പം നിങ്ങൾ എന്താണ് മോനെ ഇങ്ങനെ കാണിക്കുന്ന? ഒരെണ്ണമെങ്കിലും ഇട്ടിട്ട് പാടാ. അത് അപ്പനല്ലേ എഴുതി വെച്ചിരിക്കുന്നത്, അമ്മയും കൂടി എഴുതി ഒപ്പിട്ട് തന്നതല്ലേ. ഇത് മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം ഇത് അപ്പന്, കീഴെ വരുമ്പോൾ ഞങ്ങൾക്കായി. ചക്ക മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം അപ്പന, പക്ഷേ താഴെ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്കായി. മാങ്ങ മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം അപ്പനും അമ്മയ്ക്കുമോ. ഒരു പപ്പായ പോലും മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം ഞങ്ങൾക്ക് അപ്പനും അമ്മയ്ക്കുമോ. അത് പറിച്ച് താഴെ ഇട്ടാൽ ഞങ്ങളുടേതാ. മനസ്സിലായോ? എന്ന് പറഞ്ഞതുപോലെ അപ്പനെ അമ്മയെ ആരും വിഷമിപ്പിക്കല്ലേ, ആരെയും വിഷമിപ്പിക്കരുത്. അടുത്ത ചിന്താവിഷയത്തിലേക്ക് വരാം. അടുത്ത ദാവീദ് പറഞ്ഞ് പ്രാർത്ഥിക്കാം. ദാവീദ് ശമൂവേൽ എഴുതിയ 1-ാം പുസ്തകത്തിൽ 5 അപ്പത്തിന് വേണ്ടി ഇരുന്നു. തലമുറ ബത്ശേബയിൽ ജനിച്ച സോളമൻ രാജാക്കന്മാർക്ക് എഴുതിയ 1-ാം പുസ്തകം 4:21 മുതൽ നിങ്ങൾ 26 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ ഒരു ദിവസത്തെ ശലോമോൻ്റെ ചെലവ് നോക്കിക്കൊള്ളണം. ശലോമോനെ ഏറ്റവും ശ്രേഷ്ഠമായ നിലയിൽ ദൈവം ഉയർത്തി. ധനം കൊണ്ടും മാനം കൊണ്ടും സമ്പത്ത് കൊണ്ടും ശലോമോനെ ഉയർത്തി. ഞാൻ ആ ഭാഗം അവിടെ വിടുകയാണ്.
10-ാം അധ്യായമൊക്കെ പഠിക്കുമ്പോൾ ശബാരാജ്ഞി വന്ന് ഇഷ്ടംപോലെ കൊടുത്തു. ഹീരാം ഇഷ്ടംപോലെ കൊടുത്തു. സോർ രാജാവായ ഹീരാം നന്മകളുടെ പട്ടിക കടന്നു കയറി. അപ്പൻ 5 അപ്പത്തിന് വേണ്ടി ഇരുന്നെങ്കിൽ, ഞാനത് പറയുമ്പോൾ എൻ്റെ കാര്യം ഞാൻ ഓർമ്മ വരിക. ഞാൻ 6-ാം ക്ലാസ്സിലും 7-ാം ക്ലാസ്സിലും പഠിക്കുമ്പോൾ ഞാൻ നല്ലതുപോലെ പഠിക്കുമായിരുന്നു. പക്ഷേ ഹോട്ടലിൻ്റെ പുറകിൽ ആരും കാണാതെ വന്ന് എച്ചിലയിൽ നിന്ന് വാരി കഴിച്ചിട്ടുണ്ട്. എച്ചിലയിൽ നിന്ന് വാരി കഴിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഈ ശുശ്രൂഷയ്ക്കിറങ്ങി ഞങ്ങൾ കോഴിക്കോടിൻ്റെ പ്രദേശത്തായിരിക്കുമ്പോൾ ഞങ്ങളൊരു സ്ഥലത്ത് സുവിശേഷം പറയാൻ കുഞ്ഞുങ്ങളെയും വിളിച്ചു കൊണ്ടുപോയി. പോയിടത്തുനിന്ന് വന്ന് വീട്ടിൽ നോക്കുമ്പോൾ അന്ന് വച്ചിട്ട് പോയ ചോറ് വീട്ടിലിരിപ്പുണ്ട്. അതിനെ കഴുകി 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 കുഞ്ഞുങ്ങൾ പറഞ്ഞ് വീട്ടിൽ വന്ന് കയറി പറഞ്ഞ് വിശക്കുന്നെന്ന്. കടകളെല്ലാം അടച്ചു, ഒന്നുമില്ല, കയ്യിലൊന്നുമില്ല, അരി വാങ്ങാൻ കാശില്ല. ഞാനവിടെ നിന്ന് ഇതെടുത്ത് കിണറ്റിൻ്റെ കരയെ കൊണ്ട് ആരും കാണാതെ കഴുകി കഴുകി. അന്ന് മോർച്ചറിയൊന്നുമില്ല. കഴുകി കഴുകി ഒരു ശകലം കിട്ടി. അതെടുത്ത് ആദ്യം ഇച്ചിരി ഞാൻ തിന്നത് എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ പോകുന്നെങ്കിൽ ഞാൻ തട്ടി പോകട്ടെന്ന് വിചാരിച്ച് ഞാൻ ആദ്യം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉള്ളി അരിഞ്ഞ് മുളകും കൂടെ ഇട്ട് ഇറച്ചിക്കറിയാണെന്നും പറഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് വാരിക്കൊടുത്തു. പറഞ്ഞത് ദാവീദ് 5 അപ്പത്തിനരന്നു. പക്ഷേ തലമുറ തൻ്റെ ജീവിതത്തിലും നന്മ കാണുവാൻ ദൈവം ഇടയാക്കി. തൻ്റെ തലമുറകളും അനുഗ്രഹം പ്രാപിക്കുവാനിടയായി. ഒരുപാട് പേര് കരഞ്ഞവർ ഇതിനകത്തുണ്ട്. അപ്പന്മാർ കണ്ണുനീരൊഴുക്കിയവർ. അപ്പന്മാർ നല്ലതായെന്ന് വിചാരിച്ച് മക്കൾ നല്ലതാവണമെന്നൊന്നും ബൈബിളിലില്ല. മോശയുടെ തലമുറകൾ പോലും പോയി. ന്യായാധിപന്മാർ 18-27 മുതൽ 30 വരെയുള്ള വാക്യം 30-35 വരെയുള്ള തീർത്തുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അറിയാം. വിഗ്രഹാരാധികളായി മാറി പിൻഗാമികൾ. ഗർശോമിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തുടങ്ങി. അവിടെ ഹിസ്കിയാവ് നല്ലതായിരുന്നു, മനസ്സെ തെറ്റി. ഹിസ്കിയാവിൻ്റെ അപ്പൻ മോശമായിരുന്നു. ദിനവൃത്താന്തം 2-ാം പുസ്തകം 28. ഹിസ്കിയാവ് നല്ലതായിരുന്നു. ഇങ്ങനെ ഒരുപാട് വചനങ്ങളുണ്ട്. ഏലി പുരോഹിതൻ നല്ലതായിരുന്നു, മക്കൾ തെറ്റിപ്പോയതാണ്. ഏലി പുരോഹിതനെ കുറിച്ചൊന്നും കുറ്റമൊന്നും പറയാനില്ല. കണ്ണു മങ്ങിയ ഏലി എന്ന് പറഞ്ഞാൽ വയസ്സായ കണ്ണു മങ്ങും. അതിനൊന്നും കുറ്റം പറയേണ്ട കാര്യമില്ല. അതൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ അപ്പന്മാർ കരഞ്ഞാലും തലമുറകൾക്ക് നന്മയുണ്ട്, അമ്മമാർ കരഞ്ഞാലും തലമുറകൾക്ക് നന്മയുണ്ട്. അപ്പോൾ എന്താണോ രണ്ടും കൂടെ ഒന്നിച്ചിട്ടാൽ ഒരു വീഡിയോ തീരുവില്ല. അതുകൊണ്ടാണ് അപ്പനും അമ്മയും കൂടെ ചേർന്ന് കരഞ്ഞാൽ ആ കണ്ണുനീരിന് ഭയങ്കര ശ്രേഷ്ഠമായ വിടുതല തലമുറകൾക്ക്. ഭർത്താക്കന്മാരില്ലാത്ത സഹോദരിമാർ ഇത് കേൾക്കുന്നുണ്ട്. നിങ്ങൾ കരഞ്ഞാൽ മതി. നിങ്ങളുടെ കരച്ചിലും കാരണം തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടില്ലേ, മാനിക്കപ്പെട്ടില്ലേ, എത്തിപ്പെടേണ്ടിടത്ത് എത്തിച്ചില്ലേ പ്രവചനപ്രകാരം. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അവിടെ നിന്ന് നൽകി തന്ന നല്ല തിരുവഴുത്തിനായ സ്തോത്രം ചെയ്യുന്നു. അപ്പന്മാരുടെ മനോവേദന, കുടുംബത്തെക്കുറിച്ച്, കുടുംബജീവിതത്തിൽ തലമുറകളിൽ ഉള്ള മനോവേദന, അവരുടെ പഠനത്തിൽ, അവരുടെ ഭാവിയുടെ കാര്യത്തിലുള്ള മനോവേദന. അപ്പന്മാർ കരഞ്ഞാൽ ഒരു യാക്കോബ് ഉളുക്ക് സമ്പാദിച്ചുവെങ്കിൽ തലമുറകളെ ദൈവം മാനിച്ചു. ഒരു അബ്രഹാം മനോവേദനയുടെ കരഞ്ഞെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാഗ്ദത്ത തലമുറയെ കൊടുത്തു. യേശു ക്രിസ്തുവിന് നിഴലായി നിൽക്കുന്ന തലമുറയെ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ സമയം
ദാവീദ് ഉളുക്ക് സമ്പാദിച്ചു എങ്കിൽ തലമുറകളെ സ്വർഗത്തിൽ ദൈവം മാനിച്ചു. ദാവീദ് 5 അപ്പത്തിനിരന്നെങ്കിൽ യാക്കോബ് ഉളുക്ക് സമ്പാദിച്ചെങ്കിൽ തലമുറകളെ മാനിച്ചു. ദാവീദ് വർദ്ധമാന ഘടകക്ഷരാതി. ദാവീദ് 5 അപ്പത്തിനിരന്നു എങ്കിൽ തലമുറകളെ ദൈവം മാനിച്ചു. ആ ദൈവത്തിൻ്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. മാതാപിതാക്കൾ ഒരുമിച്ച് ഐക്യതയോടെ കരയുവാനുള്ള കൃപ എല്ലാവർക്കും നൽകണം. ദേശത്തിന് വേണ്ടി കരയുവാൻ, ദേശത്തിന് വേണ്ടി ഇടിവ് നിൽക്കുവാൻ, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം അവിടെ നിന്ന് കൃപ കൊടുക്കണം. അനേക ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, നശിച്ചു പോകുന്ന യൗവനക്കാരുടെ ഇടയിൽ ഇറങ്ങിച്ചെല്ലുവാൻ, പ്രാർത്ഥിപ്പാനൊക്കെ കൃപ ഓരോരുത്തർക്കും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ ഈ അവസരം ഒരുക്കി തന്ന ഈ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരെ അവിടെ നിന്ന് അനുഗ്രഹിക്കണം. ഈ പാർക്കുന്ന ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രാജാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ കൂടിയിരിക്കണമേ. ഒരു പകർച്ചവ്യാധികളോ ഒരു കെടുതി പ്രകൃതിക്ഷോഭമോ ഒന്നും വരാതെ ദൈവം അവിടെ നിന്ന് കാക്കണം, പരിപാലിക്കണം. ചില കൊടുങ്കാറ്റുകളിൽ നിന്ന് വിടുവിക്കണം. ഈശാനമൂലം കാറ്റുകൾ അടിക്കുമെന്നുള്ള ആലോചനകളുണ്ട്. അതിൽ നിന്നെല്ലാം വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിൽ ഏൽപ്പിക്കുന്ന പിതാവേ, ഓരോ വ്യക്തി ജീവിതങ്ങൾക്കായി ലോകത്തിലെ 5 വൻകരയിൽ ശുശ്രൂഷിക്കുന്ന കർത്തൃഭൃത്യന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബാംഗങ്ങളെ, കുഞ്ഞുകുട്ടികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹം കഴിച്ച് അയക്കുവാൻ നിവൃത്തിയില്ലാത്ത കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ട നന്മകളെ കൊടുക്കണമേ. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, രോഗികളായി ആയിരിക്കുന്നവർ, കട്ടതയിലും പ്രയാസത്തിലും ഇരിക്കുന്നവർ, വാടക കൊടുക്കുവാൻ നിവൃത്തിയില്ലാത്തവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മൂടണം. ദൈവപ്രവൃത്തി വെളിപ്പെടും. അടിയനെ ഏൽപ്പിക്കുന്നു. വിട്ടിട്ടുന്ന ഭവനത്തെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ 3 പേരെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേൾക്കപ്പെട്ട വചനം അത് ഓരോരുത്തരുടെ ഹൃദയത്തിൽ തലമുറകളിൽ ക്രിയ ചെയ്യുവാൻ, ഒരു അമ്മയുടെ കരച്ചിൽ മൂലം കിട്ടുന്ന ശ്രേഷ്ഠ വിടുതലുകൾ, അപ്പൻ്റെ കരച്ചിൽ മൂലം, മനോവേദന മൂലം കിട്ടുന്ന ശ്രേഷ്ഠ വിടുതലുകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുത്തണം. തിരുനാമം മഹത്വമെടുക്കണമേ. പ്രാർത്ഥന കേട്ടുമല്ലോ, നന്ദി. പിന്നെയും ഞങ്ങൾ കണ്ടുമുട്ടുവോളം ദൈവത്തിൻ്റെ ചിറകുകളിൽ മൂടി മറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രധാനമന്ത്രിക്കായി പ്രാർത്ഥിക്കുന്നു. പ്രസിഡന്റായി പ്രാർത്ഥിക്കുന്നു. രാജ്യം കാക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. വക്കീലന്മാർക്കായി, ജഡ്ജിമാർക്കായി പ്രാർത്ഥിക്കുന്നു. പോലീസ് അധികാരികൾക്കായി പ്രാർത്ഥിക്കുന്നു. നിയമം നടത്തുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. നീതി ന്യായം നടത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ലോകരാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ എല്ലാം മാറിപ്പോകട്ടെ. എല്ലാ സമാധാനപരമായി കാര്യങ്ങൾ ചെയ്യുവാൻ കൃപ കൊടുക്കണം. പ്രാർത്ഥന കേട്ടുമല്ല, നന്ദി. മുഴുമകത്വം അവിടെ നിന്ന് എടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൻ്റെ പിതാവേ, ആമേൻ. ആമേൻ. പിതാവ്, ആമേൻ. സ്തോത്രം. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ അബണ്ടൻലി. ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ.